പി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഒരു പരാതിയുമായി വന്നിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അവർക്ക് നീതി കിട്ടേണ്ടതല്ലേ? ഞാനതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ആരായാലും സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള നിലപാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ പറയാവും നല്ലത്. പോലീസിനെ വിളിച്ചു, പോലീസ് നടപടി എടുത്തില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അടക്കം അറിയിച്ചു, പിന്നീട് അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഭാര്യ പറയുന്നത്. ഭാര്യ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പോലീസിനെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ച് പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ച് പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. അപ്പം എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സംരക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റാണുള്ളത്. അതിൽ വളരെ നീതിയുക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ് നമ്മുടെ സർക്കാരിനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കല്ലേ നല്ലത്. അദ്ദേഹം എൻ്റെ കൂടെ മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം കേട്ടുകേൾവി, അതായത് നിങ്ങൾ പറഞ്ഞ അറിവാണ് ഇപ്പം എനിക്കുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയാവില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാം. എന്തു തന്നെയായാലും സ്ത്രീകൾക്ക് മാന്യതയും ബഹുമാന്യതയും നൽകുന്ന ഒരു സമൂഹം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. അവരെന്താന്ന് വെച്ചാൽ അവര് പറയട്ടെ. അത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 112 വട്ടന്മാരെ വിളിക്കുന്നു മന്ത്രി പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 112